ഊജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. നമ്മള് അധ്യാത്മ രാമായണത്തിന്റെ സ്തുതി ഭാഗങ്ങളാണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാമായണം പഠനം നടത്തുമ്പോൾ നമുക്ക് 3 രീതിയിൽ പഠനം നടത്താമെന്നാണ്. ഒന്ന്, നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഭക്തി രൂപത്തിലും യുക്തി രൂപത്തിലും വിഭക്തി രൂപത്തിലും നമുക്ക് രാമായണം പഠിക്കാം. ഭക്തി രൂപത്തിൽ രാമായണം പഠിക്കുമ്പോൾ രാമൻ എന്ന പുരുഷോത്തമൻ ആ രാമായണ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ നിലകൊള്ളുന്നു എന്നും ആ രാമനെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് രാമായണം വായിക്കുന്ന എത്രയോ പേരുണ്ട്. അവരവനെ ഭക്തി രൂപത്തിലാണ് സമീപിക്കുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ അമിതമായ പ്രാധാന്യം നൽകുന്നത് ഭക്തിക്കാണ്, യുക്തിക്കല്ല. എന്നാൽ വാൽമീകി രാമായണം എല്ലാം പഠനം നടത്തുമ്പോൾ അത് യുക്തി രൂപത്തിന് പ്രാധാന്യം നൽകുന്നു. അവിടെ കാര്യത്തിന് കാരണവും കാരണത്തിന് കാര്യവും ഒക്കെ തേടിയിട്ടുള്ള യുക്തി പഠനമാണ്, അല്ലെങ്കിൽ വിമർശനാത്മക പഠനം നമുക്ക് നടത്താം എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഈ അധ്യാത്മ രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ ഓരോ അധ്യായത്തിന്റെയും അവസാനത്തിൽ ഈ അധ്യായം പാരായണം ചെയ്താൽ, ഭക്തിയോടെ പാരായണം ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ട്. അതൊക്കെ ഭക്തിക്ക് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ്. എന്നാൽ വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരിക്കലും നമുക്ക് കാണില്ല. അവിടെ നമ്മൾ യുക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ശ്രീരാമൻ 20,000 കൊല്ലം രാജ്യം ഭരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പോൾ അവിടെ കാലഗണനയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളതായ യുക്തിസഹജമായിരിക്കുന്ന പഠനം അനിവാര്യമാണ്. ഇവിടെ നമ്മൾ ഈ അധ്യാത്മ രാമായണത്തിൽ അങ്ങനെയല്ല, എല്ലാം ഭക്തിമയത്തിലാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഭക്തി രൂപത്തിലുള്ള പഠനമാണ് ഈ അധ്യാത്മ രാമായണത്തിൽ ചെയ്യുന്നത്. എല്ലാവർക്കും തുടർന്നുള്ള ഭാഗത്തിലേക്ക് സ്വാഗതം. അധ്യാത്മ രാമായണത്തിന്റെ കുറച്ചു ഭാഗമാണ്, സ്തുതി ഭാഗങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ ഒരു കിളിയെ കൊണ്ട് ആണ് എഴുത്തച്ഛൻ രാമകഥ ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ കഥ വിവരിക്കുന്നതിന് മുമ്പേ ആ കിളി അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ തത്ത എല്ലാവരെയും വന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ രാമായണത്തിന്റെ ഉപജ്ഞാതാവായിരിക്കുന്ന വാൽമീകിയെ പ്രകീർത്തിച്ചിട്ടുള്ള സ്തുതി പറഞ്ഞു നിർത്തിയതാണ്. തുടർന്നുള്ള ഭാഗം അല്പം നമുക്ക് ചിന്തിക്കാം, നോക്കാം. ഇവിടെ രാമായണം 3 രീതിയിൽ നമുക്ക് പഠനത്തിന് വിധേയമാക്കാമെന്ന് പറഞ്ഞല്ലോ. അതിൽ വിഭക്തി രൂപത്തിൽ നമ്മൾ പ്രാധാന്യം, വിഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൃത്താനുബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്താണ് അത് ഇന്ന ഇണത്തിൽ ഇങ്ങനെ ചൊല്ലണം എന്നൊക്കെ സമർത്ഥിക്കുന്നതാണ്. നമ്മളിവിടെ അതല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഓരോ വരികളുടെയും അർത്ഥവ്യാഖ്യാനത്തിന് കഴിയുന്നത്ര ശ്രമിക്കുകയാണ്. തെറ്റുകളൊക്കെ ഉണ്ടാവാം. ഏതായാലും നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. രാമനാമ
രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ. എന്താണ് ഈ രണ്ടു വരിയുടെ അർത്ഥം? അടുത്ത സ്തുതി ആരോടാ പറയുന്നത്? രാമനാമത്തെ സദാകാലവും, സദാകാലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും രാമത്തെ അല്ലെങ്കിൽ രാമനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന, രാമനാമത്തെ സദാകാലവും ജപിച്ചിടും ആരാണ്? കാമനാശനുമാ ഉമാവല്ലം. അവിടെ പിരിച്ച് പദച്ഛേദം ചെയ്യുമ്പോൾ കാമനാശനൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? നമ്മുടെ ശിവൻ അഥവാ കാമദേവനെ ഭസ്മീകരിച്ച എന്ന് പറഞ്ഞാൽ പരമശിവൻ. അപ്പൊ കാമനാശനൻ പ്ലസ് ഉമാവല്ലഭൻ, ഉമയുടെ വല്ലഭനുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശിവനെയാണ് പ്രകീർത്തിക്കുന്നത്. അതാണ് കാമനാശനു. അവിടെ ഉമാവല്ലഭൻ മഹേശ്വരൻ. മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ശിവനെയാണ്. ആ ശിവനെയും ഞാൻ നമിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരൊക്കെയാണോ നമ്മൾ നമിക്കേണ്ടത് ഒരു സൽക്കർമ്മം ചെയ്യാൻ പോകുമ്പോൾ, നമ്മളെക്കാൾ അഭിയോഗ്യരായവരെ നമിക്കുന്ന ഒരു സംസ്കാരം അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ടാണ് എത്ര ആൾക്കാരെയാണ് ഒരു കിളിയിലൂടെ എഴുത്തച്ഛൻ നമിക്കുന്നത്. സത്യം പറഞ്ഞ ഇവിടെ എഴുത്തച്ഛൻ തന്നെയാണ് ഇവിടെ ഇത് നമിക്കുന്നത്. അതാണ് കാമനാശനുമാ ഉമാവല്ലഭൻ, കാമനാശനുമായിരിക്കുന്ന ഉമാവല്ലഭനായിരിക്കുന്ന മഹേശ്വരൻ. ഒന്നുകൂടി ഇനി അവിടെ ശിവനെ തന്നെയാണ് പറയുന്നത്. എന്ത്? ശ്രീ മഹാദേവനായിട്ടുള്ള പരമേശ്വരനായിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന ആ പരമേശ്വര തത്വത്തെ ഞാൻ വന്ദിക്കുന്നേ എന്ന്. അടുത്ത് മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും. അതുപോലെ എൻ്റെ മനസ്സില്, മാമകേ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സില് വാണിടുവാൻ തന്നെ വന്ദിക്കുന്നു ഇവരെയൊക്കെ. ഈ ഉമാമഹേശ്വര സങ്കല്പത്തെ ഞാൻ നമിക്കുന്നു, വന്ദിക്കുന്നേൻ. മാത്രമല്ല വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും. ഇനി ഇപ്പോ ഇവിടെ എഴുത്തച്ഛൻ ഇത്രയും സമയം ഭൂമിയിലുള്ള ആൾക്കാരെയൊക്കെയാണ് വന്ദിച്ചത്. ഇനി ഭൂമിക്ക് ഉപരിയായിരിക്കുന്ന ഭൗമലോകത്തിലുള്ള, അതായത് ദേവലോകത്തിലുള്ള ദേവാദികളെയൊക്കെയാണ് ഇനി ഇവിടെ അങ്ങോട്ട് സ്തുതിക്കാൻ പോകുന്നത്. അതാരൊക്കെയാണ്? വാരിജോത്ഭവൻ ആദിയാകിയ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആദി മുതലായ ദേവന്മാരും അവരും. പിന്നാരാം? നാരദ പ്രമുഖന്മാരാകിയ, അല്ലെ, എല്ലായിടത്തും ഓടിയെത്തുന്ന റിപ്പോർട്ടറാണല്ലോ നാരദൻ, അല്ലേ? അപ്പം അങ്ങനെയുള്ള നാരദ ആദി പ്രമുഖന്മാരെ, അവരെല്ലാ ദേവന്മാരെയും, ദേവലോകത്തിലെ എല്ലാ ദേവഗണങ്ങളെയും ഞാൻ നമിക്കുന്നു. നമ്മൾ സാധാരണ ഭൂമിയിലുള്ളവരെ തന്നെ നമിക്കാറില്ല, പിന്നെയല്ലേ ഭൂമിക്ക് ഉപരിയായിരിക്കുന്ന നമ്മുടെ സ്വർലോകത്തെ ദേവന്മാരെ വന്ദിക്കുന്നത്. അപ്പൊ ഇവിടെ വാരിജോത്ഭവനാദിയായ ദേവന്മാരും നാരദ പ്രമുഖന്മാരായ മുനികളും. അടുത്ത് പറയുന്നു നാരദ പ്രമുഖന്മാരാകിയ മുനികളും. ആരൊക്കെയാ പറയുന്നത്? ബഹുജനാണ്. നാരദൻ തൊട്ടുള്ള പ്രമുഖരായിരിക്കുന്ന മുനികളെയും ഞാൻ വന്ദിക്കുന്നു. പിന്നെന്താ? വാരിജസരാരാധി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം. ഇവിടെ വാരിജൻ അല്ലെ, സരാരി, അത് ഇവിടെ ഏറ്റവും ശരിക്കുന്ന കാമദേവനാണ് പറയുന്നത്. വാരിജ എന്ന് പറഞ്ഞാൽ ശരിക്കും താമരയാണ്. താമരപ്പൂവ് സരമാക്കിയിട്ടുള്ള വാരിജം പ്ലസ് സരം പ്ലസ് ഹരാതി, അങ്ങനെ പദച്ഛേദം വരുമ്പോ. അപ്പം വാരിജം എന്ന് പറഞ്ഞാൽ താമര. കാമദേവന്റെ 5 ബാണം, അല്ലെ, കാമബാണങ്ങളാണല്ലോ 5 പുഷ്പങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണല്ലോ എന്ത്? വാരിജം. അപ്പോൾ അങ്ങനെയുള്ള വാരിജം സരമാക്കി എടുത്തിട്ടുള്ള ആരാധി, അവന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ശിവൻ, അല്ലെ? വീണ്ടും പറയാണ് വാരിജ സരാരഥി പ്രാണനാഥയും, കൂട്ടത്തില് ശിവന്റെ പ്രാണനാഥയെയും മമ എന്റെ
വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. വാരിജമകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, വാരിജയുടെ അർത്ഥം സമുദ്രത്തിന്റെ മകള എന്നാ ലക്ഷ്മി ദേവി. അപ്പൊ ലക്ഷ്മി ദേവിയും എന്നെ തുണയ്ക്കണം. അപ്പൊ ആരൊക്കെയാണ് ഒരുപാട് പരമേശ്വരനെ ഏകമായി സ്തുതിച്ചു, പിന്നെ പരമേശ്വര തത്വത്തെ നമിച്ചു, പിന്നെ നാരദൻ മുതലായ സ്വർലോക ദേവാദിദേവന്മാരെ ഒക്കെ നമിക്കുന്നു. എന്തൊരു വിശാലമായ വീക്ഷണമാണ് ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് തരുന്നത്. അല്ലെ, നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വിശാലമായ വീക്ഷണത്തോടെ ഞാൻ ആരൊക്കെയാണോ ഒന്ന് ചെന്ന് കാണേണ്ടത്, ആരുടെ മുമ്പിലൊക്കെയാണ് കുമ്പിടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഇനി അടുത്ത് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീല പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരെയാണ്? ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ കുറിച്ചാണ്. ബ്രഹ്മതത്വം അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. അപ്പോൾ സമൂഹത്തില് ബ്രാഹ്മണർക്ക് എത്രമാത്രം പ്രാധാന്യം അക്കാലത്ത് നൽകിയിരുന്നു എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ കാണിക്കുന്നത്. എന്താ പറയുന്നത്? കാരണഭൂതന്മാരാം, എല്ലാത്തിൻ്റെയും കാരണത്തെ തേടി ഭവിച്ചിട്ടുള്ളവരായിരിക്കുന്ന ബ്രാഹ്മണരുടെ, അക്കാലത്ത് ബ്രാഹ്മണരുടെ കർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ നൽകലാണ്, ബ്രഹ്മവിദ്യ നൽകുകയാണ്. ആത്യന്തിക സത്യത്തിലേക്ക് എത്താനുള്ള ബ്രഹ്മവിദ്യ പകർന്നു നൽകലാണ് ബ്രാഹ്മണരുടെ അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന്റെ ഗുരുനാഥന്മാരുടെ ഡ്യൂട്ടി അല്ലേ. അവരെ എഴുത്തച്ഛൻ പറഞ്ഞു നോക്കൂ, ചരണാരുണാംബുജം, അതായത് ചരണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കാലടികൾ, കാൽപാദങ്ങള്. ചരണ അംബുജം നമുക്കറിയാം താമരയാണ് അല്ലെ. അംബുജ ലീന, അതില് ഒട്ടി നിൽക്കുന്ന ലീന. പാംസു പൊടിയുടെ സഞ്ചയം മമ, അതായത് ബ്രാഹ്മണരുടെ കാൽപാദം എന്താണ്? ഈ അംബുജത്തിന്റെ അരുണ കളറോടുകൂടി, അരുണാംബുജം എന്ന് പറഞ്ഞാൽ ചുമന്ന കളറല്ലേ, അപ്പൊ ചുമന്ന താമരയുടെ ഇതളിനോടാണ് ഇവിടെ എഴുത്തച്ഛൻ ബ്രാഹ്മണരുടെ കാൽപാദത്തെ വർണ്ണിക്കുന്നത്. ആ കാൽപാദങ്ങളിൽ പതിച്ചിട്ട് അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിട്ടുള്ളതായ ഈ ലീനപാംസു സഞ്ചയം, അതിന്റെ പൊടിപടലങ്ങൾ അല്ലെ, അതിന്റെ ആ പൊടികള്, അത് ആ പൊടികൾ ഒരു ഔഷധമായിട്ട് അറിഞ്ഞിരിക്കുകയോ എന്താണ്? മമ എന്റെ, എന്താണ്? ചേതോദർപ്പണത്തിന്റെ, എന്റെ മനസ്സാകുന്ന ആ കണ്ണാടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം. ശരിക്കും നമ്മള് വല്ല കണ്ണാടിയിൽ മാലിന്യങ്ങളൊക്കെ തുടച്ചു നീക്കാൻ അല്ലെ, അതൊരു ഡസ്റ്ററായി. അപ്പോൾ അവിടെ പറയുന്ന എഴുത്തിൽ നോക്കൂ, ചേതോദർപ്പണ, അവരുടെ കാലടിയിൽ ഉള്ള പൊടിപടലങ്ങള് എന്റെ മനസ്സിന്റെ ആ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ നമിക്കുന്നു എന്ന് അല്ലെ. മനസ്സിലാണ് എല്ലാ അസൂയ, കുശുംബ, വിദ്വേഷം, ദേഷ്യം ഇത്യാദികളായിരിക്കുന്ന പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുക അല്ലെ. അത് നീക്കം ചെയ്യാന് ചേതോദർപ്പണത്തിന്റെ മാലിന്യം, അഴുക്ക്, നമ്മൾ ഈ കണ്ണാടിയിൽ മാലിന്യം ഉണ്ടായാൽ എന്താണ്? അത് തുടച്ചു നീക്കണമല്ലോ അല്ലെ. മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുക, അതൊക്കെ ക്ലീൻ ആക്കി തരാൻ, ശോധന ചെയ്തിടുക എന്നാണ് ഇവിടെ പ്യുവർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങേയറ്റം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വന്ദിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രാഹ്മണരെയാണ് വന്ദിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വന്ദിക്കുന്നത് ബ്രാഹ്മണരാണ്. അപ്പോൾ ബ്രാഹ്മണദാനം മുതലായൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള അതീവ എൻലൈറ്റൻ പേഴ്സൺസ് ആയിരിക്കുന്ന ബ്രാഹ്മണരെ ഐ റെസ്പെക്ട് ദം, ഞാൻ അവരെ ബഹുമാനിക്കുന്നു എന്ന്. അപ്പൊ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ എന്ന്. അപ്പോൾ അതാണ് ഈ 4 വരിയുടെ. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. അടുത്തത്
ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു. വേദത്തിനാധാരബോധന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വര ശാവാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും സമ്മതം. എന്താ പറയുക നോക്കൂ. ആധാരം എന്നാണ് അടിസ്ഥാനം അല്ലെ. നാനാ ജഗന്മയനാം ഭഗവാനും, ഈ 14 ലോകത്തിന്റെയും, അതാ നാനാ ജഗന്മയം അല്ലെ, ഈ കാണാവുന്ന എല്ലാ ലോകത്തിന്റെയും ജഗന്മയനാം ഭഗവാനും, അങ്ങനെയുള്ള ഭഗവാനെയും വേദമെന്നല്ലോ ഗുരുനാഥന്മാർ അരുൾ ചെയ്തു. ഈ ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി അല്ലെ, ഇതിന്റെയൊക്കെ ആധാരമായി നിലകൊള്ളുന്നത് വേദമാണ്, അറിവാണ്. അപ്പം ഈ വേദത്തെയാണ് സ്തുതിക്കുന്നത്. വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. അപ്പോ നമുക്കറിയാം, ഈ ലോകത്തില് വേദം, അറിവ്, വിദ്യാ, ഈ അറിവ് പകർന്നു നൽകുന്നവരാണ് ബ്രാഹ്മണശ്രേഷ്ഠന്മാർ. ആ അറിവ് നൽകുന്ന വേദത്തെ, അല്ലെങ്കിൽ വേദമാണ് ലോകത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആധാരം എന്നിരിക്കെ, ആ വേദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജ്ഞാനങ്ങളെ പകർന്നു നൽകുന്ന ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അല്ലാണ്ട് പിന്നെ ആരെയാണ് നമ്മൾ നമിക്കുക? അവര് അങ്ങനെയാണല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തത്, അങ്ങനെയാണല്ലോ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അപ്പൊ ഇനി പറയണം എന്താ, വേദത്തിന് ആധാരഭൂതന്മാരായി കാണുക. അപ്പൊ ഈ വേദത്തിന്റെ ആധാരഭൂതന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരാണ്. കാരണം ഇന്നാണ് ഇപ്പൊ സന്യാസിമാരൊക്കെ വേദോപനിഷത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ എന്താ, നമ്മള് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിരുന്നു വേദ പഠനത്തിനൊക്കെ 10-15 കൊല്ലം നീക്കി വെക്കാറ് അല്ലെ. 4 വേദങ്ങളൊക്കെ ഹൃദ്യസ്ഥമാക്കാനും പഠിക്കാനും ഒക്കെ ആ കാലത്ത് അവരാണ് മെനക്കെട്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണരെ നമിക്കുന്നത്. ഇന്നിപ്പോ വേദപഠനമൊന്നും കഴിഞ്ഞവരല്ല നമ്മുടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരല്ല, എന്നാലും നമ്മൾ അവരെ നമിക്കുന്നു അല്ലെ. അപ്പോ വേദത്തിന് ആധാരഭൂതന്മാരി കാണായൊരു, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും വേദത്തിന്റെ അധികാരികളാണ്. അങ്ങനെയുള്ള ഭൂദേവ പ്രവരന്മാർ, ഈ ഭൂമിയിലെ പ്രവരന്മാർ എന്ന് പറയുന്ന, ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നവരെ, അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ വരശാപാദികൾ, അവിടെ വരം, ശാപം അങ്ങനെ പദച്ഛേദം ചെയ്യണം. അവിടെ വരശാപാദി, അവരുടെ വരവും ശാപവും അല്ലെ. ബ്രാഹ്മണൻ സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും? നമുക്ക് വരം തന്നും അനുഗ്രഹിക്കും, ശപിച്ചും അനുഗ്രഹിക്കും അല്ലെ. നന്നായി ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരങ്ങളോടെ അല്ലെ നമ്മെ അനുഗ്രഹിക്കുന്നു അല്ലെ. ലോകാനുഗ്രഹ ഹേത്വാർത്ഥം സ്ഥിതി ഭവ എന്നാണ് സാധാരണ നമ്മളെ ഈ ബ്രാഹ്മണര് ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ചൊല്ലുന്ന മന്ത്രം അല്ലെ. ഈ ലോകത്തിന് അനുഗ്രഹിക്കാനായി നീ ഇവിടെ സ്ഥിതി കൊള്ളുക എന്ന് പറയുന്നവര് ദേവന്റെ പ്രതിനിധിയായിക്കൊണ്ട് നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവര് ചിലപ്പോൾ നമുക്ക് വരം തരും, അതേസമയം നമുക്ക് ശാപവും തരും അല്ലെ. ബ്രാഹ്മണ ശാപം കിട്ടിയാൽ പിന്നെ നമുക്ക് അധികമൊന്നും വേണ്ട, അതിന്റെ ഒരു നിധിയായി നമുക്ക് സൂക്ഷിച്ചു വെക്കാം അല്ലെ എക്കാലത്തേക്കും. അതുകൊണ്ടാണ് ആരെ വണങ്ങിയില്ലെങ്കിലും ബ്രാഹ്മണരെ വണങ്ങണം എന്ന് നമ്മൾ പറയാറ് എന്നുള്ളത്. അപ്പം ഇവിടെ എഴുത്തച്ഛൻ ശരിക്ക് വരച്ച് കാണിക്കുന്നുണ്ട് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ വരവും അവരുടെ ശാപവും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവരറ്റ അഥവാ എൻ്റെ ഈ രാമായണ രചനയിലേറ്റ് ശപിക്കപ്പെട്ടാൽ എനിക്ക് പിന്നെ ഈ രാമകഥ പരിപൂർണമാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ അനുഗ്രഹം വേണം. അതാണ് ഒന്ന്. അപ്പോ വേദത്തിന് അവിടെ പറയുന്നു വേദത്തിന് ആധാരഭൂതന്മാരെ കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വര ശാപാദികൾ എന്ന് പറയുന്നു. ധാതൃ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. ഈ പറഞ്ഞ തത്വം ഉണ്ടല്ലോ, ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ് നമ്മളെ എല്ലാം ആക്കി അനുഗ്രഹിക്കുന്നതും, അതേപോലെ വേണ്ടി വന്നാൽ നമ്മെ ശപിച്ച് ഇല്ലാതാക്കുന്നതും അവരാണ് എന്ന് ധാതൃ ബ്രഹ്മാവ്, ശങ്കരൻ, ശിവൻ, വിഷ്ണു. അപ്പൊ സൃഷ്ടിസ്ഥിതി പാലകന്മാരായിരിക്കുന്ന ത്രിമൂർത്തികൾക്ക് പോലും, വിഷ്ണു പ്രമുഖന്മാർക്ക് പോലും മതം എന്ന് പറഞ്ഞ സമ്മതമാണ്. ദേ ആക്സെപ്റ്റ്
ദിസ്. അവരിത് സമ്മതിക്കുന്നു. ഏത്? ഈ ലോകത്തിന്റെ എല്ലാവിധ അനുഗ്രഹ സാപാദികൾക്കും അടിസ്ഥാനമായിരിക്കുന്ന ഈ ബ്രാഹ്മണരെ ഞാൻ വണങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരൊക്കെയാണ് നമ്മളെ എഴുത്തച്ഛൻ വണങ്ങുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സാരിക പൈതല് കിളിയാണല്ലോ പാടുന്നല്ലേ, ആ കിളി എങ്ങനെയൊക്കെ നമസ്കരിക്കുന്നു, ആരൊക്കെ? ഇതെന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ആ 4 വരിയുടെ അർത്ഥം. അത് അടുത്ത അതിന്റെ ബാക്കി കൂടി പറയുന്നുണ്ട്. വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലു. അങ്ങനെയുള്ള വേദത്തിന്റെ ഉത്തമന്മാരായ അവരുടെ മഹാത്മ്യങ്ങൾ ആർക്കാ പറയാൻ കഴിയുക? നോബഡി ക്യാൻ. അപ്പൊ ഈ മഹാത്മാക്കളുടെ അവർ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആ മഹാത്മാക്കളുടെ ഒരു പാദസേവകനായി, ഏറ്റവും വിനയാന്വിതനായി പറയുകയാണ്. പാദസേവകനായ ഭക്തനാം ദാസൻ, അവിടെ പറയുന്നതാണ്. അങ്ങനെയുള്ള ആ വേദജ്ഞന്മാരുടെ പാദസേവകനായി ഞാൻ